ഹോട്ടൽ എന്നാണ് ലാലേട്ട പറഞ്ഞത്. ഇത് മറ്റേ പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജ് ആയിരുന്നു. അമ്മിണി ലോഡ്ജ് പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജ് ആണെന്ന് പറയുന്നത്. അമ്മിണി ലോഡ്ജ് പോയി നല്ല പരിചയം ഉണ്ടെന്ന് പറയാനല്ലോ താങ്കൾക്ക്. ഇതിനു മുന്നേ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ബിഗ് ബോസിന് എതിരായിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളതെല്ലാരും കണ്ടിട്ടുണ്ടാവും. കുറച്ച് പഴയ വീഡിയോ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ബിഗ് ബോസ് ഇമാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിനെ മൊത്തം ക്രൂ നീ ഒരു വീഡിയോ കണ്ടിരുന്നില്ല. എന്നിട്ട് ആ ഒരു സെയിം ഷോയില് വീണ്ടും പോയിട്ട് നീ ഒരു ഭയങ്കര പറഞ്ഞ വാക്കിന് വ്യവസ്ഥ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് കറക്റ്റാണ്, അദ്ദേഹത്തിന് ആ ഒരു കാര്യം വിട്ടുവീഴ്ചയില്ല എന്ന് നമുക്ക് തോന്നി പോട്ടെ. എന്നിട്ട് ഇപ്പം ആ ഒരു ഷോയിൽ ചെന്നിട്ട് ഒരു വ്യക്തിയെ മാനസികമായിട്ട് അതൊരു വ്യക്തിപരമായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിക്കുള്ള ഡയലോഗും വായിന്ന് വരുന്ന അത്രയും നല്ല ക്ലിയർ സാധനമാണല്ലോ. ഈ വഴിയെ പോണ സാധനം ഏണി വെച്ച് പിടിക്കുക അല്ലെങ്കിൽ ഊക്കി എരന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ ഒരു മുതലാണ്ടത് ഈ താഴെ കാണുന്ന സാബുവാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഒരു ബിഗ് ബോസിലൊരു വീഡിയോ കണ്ടാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ആ പുള്ളി അതിനെപ്പറ്റി മോശമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസം ആ ഒരു ഷോയിൽ അവരുടെ അടുത്തേക്ക് പോയി. അതൊക്കെ പോട്ടെ, സ്വാഭാവികം, നോർമല്. എന്നിട്ട് അതിലൊരു മത്സരാർത്ഥിനെ അത്രയും പച്ചക്കറി ഇല്ലാതാക്കി എന്ന് പറയാം, വല്ല കുറച്ച് കാണുക എന്ന് പറയൂല. അതെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺകരി ഉണ്ടായിരുന്നു. അതിന് എന്തിനാണ് അവിടെ വെച്ചിരുന്നത്? അതിന് വല്ല സെക്യൂരിറ്റി ആയിട്ടോ മറ്റേ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി ഈ കെട്ടിടം വെക്കുമ്പോൾ ഫ്രണ്ട് തൂക്കത്തില്ല ഒരു സാധനം, അതുപോലെ എല്ലാം കൊണ്ട് വെച്ചേക്കുന്നത്. അതായത് ഒരു യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു മുതലാളി ടീമായിരുന്നു പുള്ളി പറയണം. അതൊരു വ്യക്തിയെ പറഞ്ഞ ഒരു കോലമാണ് കേട്ടോ. കാരണം അത് എന്താ വ്യക്തിപരമായിട്ടും അല്ലാതെ ടാസ്കിന്റെ രീതിക്കാണെങ്കിൽ ഓക്കെ. എന്നാൽ ഈ ഊക്ക് ഇരന്ന് മേടിക്കുക, പോയ സാധനം ഏണി വെച്ച് പിടിച്ച് തിരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതെ അതുപോലെ തിരിച്ചുണ്ടല്ലോ. വല്ലോടത്തും കടന്ന ചെറുക്കനാണ്, വല്ലോടത്തും കടന്ന ചെറുക്കൻ. അവനറിയും കൂടി ഇല്ല, 4 പേര് അറിയും കൂടി ഇല്ലാത്തൊരു ചെറുക്കൻ ഇന്ന് റോട്ടിൽ കൂടെ പോയതിൻ്റെ ഊക്ക് മേടിച്ചെന്ന് പറഞ്ഞ കാര്യമാണ് സാബുണ്ണന്റെ ഇപ്പോഴത്തെ കേസ്. ഇതേ ചുമ്മാ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ട്രസ്റ്റ് പറഞ്ഞ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. വായി തോന്നിയത് പറയാൻ എല്ലാവർക്കും പറ്റും. അത് പേഴ്സണൽ ആണെങ്കിലും അല്ലെങ്കിലും വായി തോന്നിയത് പറയാൻ എല്ലാവർക്കും പറ്റും കേട്ടോ. ഇതാണ് പറയണത്, വഴിയെ പോയത് ഏണി വെച്ച് മേടിക്കുക, ഊക്ക് മെട്ടിക്കുക എന്ന് പറയണത്. വല്ലയിടത്തും കിടന്ന ചെറുക്കൻ, യാതൊരു പരിചയമില്ല, മുൻപരിചയമില്ല, പിൻപരിചയമില്ല, ഒന്നുമില്ല. ചുമ്മാ ആർക്കോ വേണ്ടി ചുമ്മാ ആളാവാൻ നോക്കി നേരെ തിരിച്ച് കിട്ടി, അത്രേ പറയാനുള്ളൂ. എന്നാലും കിട്ടിയത് മേടിച്ചുകൊണ്ട് സാപ്പണ്ണ ഒരു മൂലക്കരിക്കുക.